ഹയർ പർച്ചേസ് അക്കൗണ്ടിങ്ങിൽ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് റീപൊസിഷനാണ്. പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡീഫോൾട്ട് ബയർ വരുത്തുവാണെങ്കിൽ സെല്ലർക്ക് ഗുഡ്സ് അല്ലെങ്കിൽ അസറ്റ് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതിനാണ് റീപൊസിഷൻ എന്ന് പറയുന്നത്. റീപൊസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും പൊസസ് ചെയ്യുക. 2 types ഓഫ് റീപൊസിഷൻ ഉണ്ട്. കംപ്ലീറ്റ് റീപൊസിഷനും പാർഷ്യൽ റീപൊസിഷനും. കംപ്ലീറ്റ് റീപൊസിഷനാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ് റീപൊസിഷൻ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡീഫോൾട്ട് വരുമ്പോൾ ഹയർ പർച്ചേസറിന് കൊടുത്ത എല്ലാ ഗുഡ്സും തിരിച്ചെടുക്കും. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് പോലെ കംപ്ലീറ്റ് ഗുഡ്സും റീപൊസസ് ചെയ്യുന്നു. കംപ്ലീറ്റ് റീപൊസിഷൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് ഇലസ്ട്രേഷൻ 11 വഴി നോക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കുക. എന്തൊക്കെ ഇൻഫോർമേഷനാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. ലക്ഷ്മി ബോട്ട് എ മിഷനറി ഓഫ് ₹6 lakh. അപ്പോൾ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 6 lakh. ₹2 lakh വിൽ ബി പെയ്ഡ് ഓൺ സൈനിങ് ദ എഗ്രിമെൻറ്റ്. ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ₹2 lakh. ബാലൻസ് ഇൻ 4 equal annual installments വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് 15%. 4 ഇൻസ്റ്റാൾമെൻറ്റ്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് 15% ആണ്. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇനി ഈ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഇൻക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ എക്സ്ക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ? ഈ വിത്ത് ഇൻട്രസ്റ്റ് എന്നിവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എക്സ്ക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന്. 4 equal annual installments വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് 15%. അപ്പം ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടിൻ്റെ കൂടെ ആ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെ നമ്മൾ 15% ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യണം. നോക്കാം. ലക്ഷ്മി കുഡ് നോട്ട് പേ ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് ആസ് എ റിസൾട്ട് ദ മിഷനറി ഈസ് റീപൊസസ്ഡ്. ലക്ഷ്മിക്ക് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ മനീഷ് ആൻഡ് സൺസ് മിഷനറി തിരിച്ചെടുത്തു അല്ലെങ്കിൽ റീപൊസസ് ചെയ്തു. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 20% ആണ്. ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഇൻഫോർമേഷനാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മനീഷ് ആൻഡ് സൺസ് അക്കൗണ്ടും മിഷനറി അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ മനീഷ് ആൻഡ് സൺസ് അക്കൗണ്ട് നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യാം. മനീഷ് ആൻഡ് സൺസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണോ ഹയർ വെണ്ടറിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ എൻട്രി ബൈ മിഷനറി എന്ന് പറഞ്ഞ് നമ്മൾ അസറ്റിൻ്റെ വാല്യൂ ആയ ക്യാഷ് പ്രൈസ് 6 lakh rupees കാണിച്ചു. ഇനി എഗ്രിമെൻറ്റ് സൈൻ ചെയ്തപ്പോൾ ഉള്ള ഡൗൺ പേയ്മെൻറ്റായ 2 lakh rupees അതേ ഡേറ്റിൽ തന്നെ നമ്മൾ ഇവിടെ ടു ബാങ്ക് എന്ന് പറഞ്ഞ് കാണിച്ചു. ഇനി ഇയർ എൻഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നതിൻ്റെ എൻട്രി. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നതെന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണോ അതിൻ്റെ 15% ആണ്. അപ്പോൾ 15% നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. 6 lakh rupees ആയിരുന്നു പേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 6 lakh ആയിരുന്നു. 2 lakh rupees പേ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി 4 lakh rupees ആണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ 4 lakh rupeesൻ്റെ 15% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 60,000 rupees കിട്ടും. അത് നമ്മൾ ബൈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചു. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതിൻ്റെ എൻട്രി. ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ പേ ചെയ്യുമ്പോൾ ടു ബാങ്ക് എന്ന് പറഞ്ഞാണ് നമ്മൾ എൻട്രി കാണിക്കുന്നത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 equal annual installments ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് ഉള്ളത് 4 lakh rupees ആണ്. ആ 4 lakh rupees ഈക്വലായിട്ട് 4 തവണകളായിട്ടാണ് പേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് 1 lakh rupees ആണ്. ഇനി അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് 15% കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ടു ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നതിൽ 1 lakh rupees എന്തായാലും വരും. അതിൻ്റെ കൂടെ ഈ ഇൻട്രസ്റ്റായ 60,000 കൂടെ ആഡ് ചെയ്യണം. അങ്ങനെയാണ് 1,60,000 rupees ഇവിടെ വന്നത്. ഇനി ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 3 lakh rupees വരുന്നു. അത് തന്നെ 2011 ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ഇയർ എൻഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നു. ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 3 lakh അതാണ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ 3 lakh ഇൻറ്റു 15%, അപ്പോൾ നമുക്ക് 45,000 കിട്ടും. ഈ ഇൻട്രസ്റ്റും 1 lakh rupees കൂടെ
ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കിട്ടും. അത് ടു ബാങ്ക് എന്ന് പറഞ്ഞ് 1,45,000 റുപ്പീസ് നമ്മൾ കാണിച്ചു. ബാലൻസ് ക്യാരിഡ് ഓൺ 2 lakh റുപ്പീസ് വരും. അത് തന്നെ 2012 ബ്രോ ഡൗൺ ചെയ്തു. 2012 നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 2 lakh ആയതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് 2 lakhൻ്റെ 15% ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 30,000 റുപ്പീസ് കിട്ടി. ഇതും നമ്മുടെ ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയ 1 lakh കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1,30,000 റുപ്പീസ് കിട്ടും. ബാലൻസ് ക്യാരിഡ് ഓൺ 1 lakh റുപ്പീസ്, ബാലൻസ് ബ്രോഡ് ഓൺ 1 lakh റുപ്പീസ്. ഇൻട്രസ്റ്റ് ലാസ്റ്റ് ഇയറിൽ ഡ്യൂ ആകുന്നു 1 lakhൻ്റെ 15%, അതായത് 15,000 റുപ്പീസ്. ഇതുവരെ നമ്മളെല്ലാം പഴയ പോലെ തന്നെയാണ് ചെയ്തത്. ഹയർ പർച്ചേസറായ ലക്ഷ്മി 3 ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തു. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത് പോലെ 2 ബാങ്ക് എന്ന് പറഞ്ഞ് നമുക്ക് പേയ്മെൻറ്റ് കാണിക്കാൻ സാധിക്കത്തില്ല. കാരണം ആ പേയ്മെൻറ്റ് അടച്ചിട്ടില്ല. പേയ്മെൻറ്റ് നടത്താതിരുന്നത് കൊണ്ട് ഹയർ വെണ്ടറായ മനീഷ് ആൻഡ് സൺസ് അവർ കൊടുത്തിരിക്കുന്ന മെഷീനറി തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി ആ എൻട്രിയാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഇനി ആ എൻട്രി എങ്ങനെയാണ് വരുന്നത്? അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? അസറ്റ് അക്കൗണ്ട് ടു സെല്ലർ അല്ലെങ്കിൽ ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. മെഷീനറി അക്കൗണ്ട് ടു മനീഷ് ആൻഡ് സൺസ് അക്കൗണ്ട്. ഇനി അസറ്റ് റീപ്രൊസസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് എൻട്രി വരണം. അതായത് സെല്ലർ അല്ലെങ്കിൽ ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് ടു അസറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ മനീഷ് ആൻഡ് സൺസ് അക്കൗണ്ട് ടു മെഷീനറി എന്നാണ് റീപ്രൊസസ് ചെയ്യുമ്പോൾ എൻട്രി. ഇതുവരെ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ എൻട്രി ആയിരുന്നു കാണിച്ചിരുന്നത്. ലാസ്റ്റ് പേയ്മെൻറ്റ് നടത്താതിരുന്നത് കൊണ്ട് നമ്മളവിടെ റീപ്രൊസസ്സിങ്ങിൻ്റെ എൻട്രിയാണ് കാണിക്കുന്നത്. മനീഷ് ആൻഡ് സൺസിൻ്റെ അക്കൗണ്ട് നമ്മൾ ഇതോടെ ക്ലോസ് ആവുകയാണ്. അപ്പോൾ 2 മെഷീനറി എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചു. ഇനി എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്രയാണോ എമൗണ്ട് വരുന്നത്, അതായത് 1 lakh + 15,000. ആ 1,15,000 ആണ് നമ്മൾ 2 മെഷീനറി എന്ന് പറഞ്ഞ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് വേറൊന്നുമില്ല, എല്ലാം പഴയ പോലെ തന്നെ റീപ്രൊസസ്സിങ് വരുമ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് നടത്താതെ റീപ്രൊസഷൻ്റെ എൻട്രി വരണമെന്ന് മാത്രം. നെക്സ്റ്റ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് മെഷീനറി അക്കൗണ്ടാണ്. മെഷീനറി അക്കൗണ്ടും നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന പോലെ തന്നെയാണ്. ആകെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് റീപൊസഷൻ്റെ അവിടെ മാത്രമായിരിക്കും. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ മെഷീനറി അക്കൗണ്ടിൻ്റെ ആദ്യത്തെ എൻട്രി വരുന്നതെന്ന് പറഞ്ഞാൽ അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ അതാണ് ടു മനീഷ് ആൻഡ് സൺസ് 6 lakh എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇയർ എൻഡിങ്ങിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 20% ആണ്. അപ്പോൾ 20% ഓഫ് 6 lakh നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 1,20,000 റുപ്പീസ് കിട്ടും. ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഇയറിലും നമുക്ക് 1,20,000 തന്നെയായിരിക്കും ഡിപ്രിസിയേഷനായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തു, നമ്മൾ ബാലൻസ് എടുത്തു. 4,80,000 റുപ്പീസാണ്. അത് 2011 ബ്രോഡ് ഡൗൺ ചെയ്തു. ആ വർഷം നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തു, ബാലൻസ് എടുത്തു. നെക്സ്റ്റ് ഇയറിൽ 3,60,000 ആണ് നമുക്ക് ബ്രോഡ് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തു, ബാലൻസ് ചെയ്തു. 2013 ഇതുപോലെ ബ്രോഡ് ഡൗൺ ചെയ്തപ്പോൾ 2,40,000 റുപ്പീസാണ് ഡിപ്രിസിയേഷൻ വരെ ചാർജ് ചെയ്തു. ഇനി സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓൺ ബാലൻസ് നോക്കുക, അത് തന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുക. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്കത് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം 4th ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാതിരുന്നത് കൊണ്ട് അസറ്റിനെ മനീഷ് ആൻഡ് സൺസ് റീപ്രൊസസ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് റീപൊസഷൻ്റെ എൻട്രിയാണ് ഇവിടെ കാണിക്കേണ്ടത്. റീപൊസഷൻ്റെ എൻട്രി എന്താണ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. മനീഷ് ആൻഡ് സൺസ് അക്കൗണ്ട് ടു മെഷീനറി അക്കൗണ്ട്. അപ്പോൾ അത് തന്നെ ഇവിടെ വരണം. മെഷീനറി അക്കൗണ്ടിൽ ബൈ മനീഷ് ആൻഡ് സൺസ് എന്ന് പറഞ്ഞാൽ സെയിം എമൗണ്ട് 1,15,000 നമുക്ക് വരണം. നമ്മൾ ഈ മെഷീനറി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് കൊണ്ട് നമ്മൾ മെഷീനറി അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ്. മെഷീനറി അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഒരു ഹയർ പർച്ചേസ് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായതെന്ന് അറിയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറൻസ് നോക്കുക. അതായത് ഈ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ആകാതെ ഒരു 5,000 റുപ്പീസ് ഡിഫറൻസ് വരും. അത് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇത് ലോസ് ആണെന്ന്. അപ്പം നമുക്ക് ഈ ലോസ് ഓൺ ഹയർ പർച്ചേസ് എന്ന് പറയുന്നത് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി ഇലസ്ട്രേഷൻ 12 നോക്കാം. എന്തൊക്കെ ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്? ക്യാഷ് പ്രൈസ് ഓഫ് എ മെഷീനറി വാസ് ₹22,350. അപ്പോൾ നമുക്ക് ക്യാഷ് പ്രൈസ് കിട്ടി. ₹6,000 വാസ് പെയ്ഡ് ഓൺ സൈനിങ് ദ എഗ്രിമെൻറ്റ്. ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ₹6,000. ബാലൻസ് വാസ് എഗ്രീഡ് ടു ബി പെയ്ഡ് ഇൻ
3 annual installments of rupees 6,000 each. ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് rupees 6,000. ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് at 5% per annum. ഇൻട്രസ്റ്റ് 5%. ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് rupees 6,000 തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5% നിന്നും തന്നിട്ടുണ്ട്. ഈ 5% ഇൻട്രസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയ rupees 6,000 ഇൻക്ലൂഡഡ് ആണ്. അതാണ് ഇൻക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യമൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി എക്സ്ക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇതിന് മുമ്പ് നമ്മളൊന്ന് കവർ ചെയ്തത്. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അതായത് എക്സ്ക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്നപ്പോൾ ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 equal installments at the end of each year together with interest at 20% per annum. അപ്പോൾ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റിന് എമൗണ്ട് എത്രയായിരുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ അതാത് വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുമായിരുന്നു. വേറെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തത് 4 equal annual installments with interest at 15%. അപ്പോൾ വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് 15% എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെ ഈ 15%ഉം കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ടായിരുന്നു ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇതിന് ആദ്യമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അതായത് ഇൻക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി hire purchaser could not pay the installment due at the end of 2013 and as a result the hire vendor repossessed the machinery. 2013 ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാതിരുന്നത് കൊണ്ട് ഹയർ വെണ്ടർ മെഷീനറി റീപ്രൊസസ് ചെയ്യുന്നു. മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 10% ആണ്. മെത്തേഡ് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഇനി നമുക്കൊരു എക്സ്ട്രാ സെൻറ്റൻസ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ Precision Machines Limited sold a repossessed machinery for rupees 19,400 after spending rupees 2,600 for repairs. റീപ്രൊസസ് ചെയ്ത മെഷീനറി പ്രിസിഷൻ മെഷീൻസ് ലിമിറ്റഡ് 19,400 റുപ്പീസിന് സെല്ല് ചെയ്യാണ്. പക്ഷെ സെല്ല് ചെയ്യുന്നതിന് മുമ്പ് 2,600 റുപ്പീസിൻ്റെ റിപ്പയർസ് വർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രിപ്പയർ ഇമ്പോർട്ടൻറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ ആൻഡ് ഹയർ വെണ്ടർ എന്നാണ്. അപ്പോൾ ഹയർ പർച്ചേസറിൻ്റെ ബുക്സിൽ ഇമ്പോർട്ടൻറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത് ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് വരും, അതുപോലെ തന്നെ അസറ്റ് അക്കൗണ്ട് വരും. അപ്പോൾ ഹയർ വെൻഡേഴ്സ് അക്കൗണ്ടാണ് പ്രിസിഷൻ മെഷീൻസ് ലിമിറ്റഡ് അക്കൗണ്ട്. അതിൽ ആദ്യം തൊട്ട് നമുക്കിങ്ങനെ നോക്കണം എന്നില്ല, റീപൊസഷൻ്റെ കാര്യം മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ 2013 റീപൊസഷൻ നടക്കുന്നത്. അപ്പോൾ 2013 റീപൊസഷൻ നടക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറയുന്നത് 11,168 ആണ്. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നത് 558 ആണ്. അതായത് ഈ 5% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താണ് ഈ 558 വരുന്നത്. ഇനി സാധാരണഗതിയിൽ ഇവിടെ നമുക്ക് 2 ബാങ്ക് ആണ് വരേണ്ടത്. പക്ഷേ പേയ്മെൻറ്റ് അടയ്ക്കാതിരുന്നത് കൊണ്ട് മെഷീനറി റീപ്രൊസസ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെഷീനറി റീപ്രൊസസ് ചെയ്യുന്നതിൻ്റെ എൻട്രി പ്രിസിഷൻ മെഷീൻസ് ലിമിറ്റഡ് ടു മെഷീനറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്ന എമൗണ്ട് 11,168 പ്ലസ് 558. അതാണ് ഇവിടെ 11,726 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റീപൊസഷൻ്റെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേണ്ട അക്കൗണ്ട് എന്ന് പറയുന്നത് മെഷീനറി അക്കൗണ്ടാണ്. അത് ഇതുപോലെ 2013 മാത്രം നമുക്ക് നോക്കാം. 2013 ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറയുന്നത് 20,115. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10% ആണെന്ന്. അതും ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ 2,235 ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ അത് തന്നെ ആയിരിക്കും നമുക്ക് സെക്കൻഡ് ഇയറിലും വരുന്നത്. അപ്പോൾ അത് നമ്മൾ ചാർജ് ചെയ്തു. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ബാലൻസ് ക്യാരി ഡൗൺ കണ്ടുപിടിക്കുന്നതിന് പകരം റീപ്രൊസസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. റീപ്രൊസസ് ചെയ്യുമ്പോൾ പ്രിസിഷൻ മെഷീൻസ് ലിമിറ്റഡ് അക്കൗണ്ടറ്റഡ് ടു മെഷീനറി എന്ന് പറയുന്ന ഈ ഒരു എൻട്രി നമുക്കിവിടെ കാണിക്കണം. അപ്പോൾ ബൈ പ്രിസിഷൻ മെഷീൻസ് എന്ന് പറഞ്ഞ് 11,726 കാണിച്ചു. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടായത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നമുക്ക് അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ അസർട്ടൈൻ ചെയ്യുമ്പോൾ നമുക്ക് 6,154 റുപ്പീസ് ലോസ് ആണെന്ന് മനസ്സിലാവും. അത് നമ്മൾ P&L അക്കൗണ്ടിൽ കാണിക്കുന്നു. ഇനി ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ഹയർ വെണ്ടറാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഹയർ വെണ്ടറിൻ്റെ ബുക്സിൽ ഹയർ പർച്ചേസറിൻ്റെ അക്കൗണ്ട് വരണം. അതാണ് രാജേഷ് റാവുസ് അക്കൗണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ഹയർ വെണ്ടറിൻ്റെ അക്കൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം തന്നെ ഹയർ പർച്ചേസറിൻ്റെ അക്കൗണ്ടിൽ ഓപ്പോസിറ്റ് സൈഡിൽ വരണം. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം തന്നെ ഡെബിറ്റ് സൈഡിൽ വരണം. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം തന്നെ ക്രെഡിറ്റ് സൈഡിൽ വരണം. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ വരണം. ആദ്യത്തേന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്, അക്കൗണ്ടിൽ അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് എൻട്രി. അപ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ബൈ മെഷീനറി 22,350 കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ ടു ഹയർ സെയിൽ എന്ന് പറഞ്ഞ് 22,350 കാണിക്കാം. ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഡൗൺ പേയ്മെൻറ്റ് ടു ബാങ്ക് 6,000, അതിവിടെ ബൈ ബാങ്ക് 6,000 എന്ന് പറഞ്ഞ് കാണിച്ചു. ഇനി നമുക്ക് വരുന്നത് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നത്. ഇൻട്രസ്റ്റ് 818 ഇവിടെ കാണിച്ചിട്ടുണ്ട്, അത് ഓപ്പോസിറ്റ് സൈഡിൽ കാണിച്ചു. നമുക്കിനി ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ട്, അത് ടു ബാങ്ക് 6,000 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നു. ഇവിടെ ബൈ ബാങ്ക് 6,000 എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിൽ കാണിക്കുന്നു. ബാലൻസ് ക്യാരി ഡൗൺ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ അതേ എമൗണ്ട് തന്നെ കാണിക്കുന്നു. ഇത് തന്നെ നമ്മൾ നെക്സ്റ്റ് ഇയറിൽ ബ്രോ ഡൗൺ ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നുണ്ട്, 558 റുപ്പീസാണ്, അത് ഓപ്പോസിറ്റ് സൈഡിൽ ടു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 558 റുപ്പീസ് കാണിക്കുന്നു. ഇനി നമുക്ക് ടു മെഷീനറി എന്ന് പറയുന്നൊരു റീപ്രൊസസ് ചെയ്യുന്നതിൻ്റെ എൻട്രിയാണ് വരുന്നത്. അതും 11,726 എമൗണ്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ വരണം. പക്ഷേ ടു മെഷീനറി എന്ന് കാണിക്കുന്നതിന് പകരം റീപ്രൊസസ് ചെയ്തതായതുകൊണ്ട് റീപ്രൊസസ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കാണിക്കാം. ഇത് മാത്രമാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. അപ്പം എമൗണ്ട് എല്ലാം തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ വരും. എൻട്രീസിലൊന്ന് ശ്രദ്ധിക്കുക, ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സെയിൽ നടക്കുന്നു, റിപ്പയർസ് നടത്തുന്നു, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പ്രിസിഷൻ മെഷീൻസിന് മാത്രം ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. അവരാണ് ഇത് റീപ്രൊസസ് ചെയ്യുന്നതും അവരാണ് ഇത് റിപ്പയർസ് നടത്തുന്നതും അവരാണ് അതിനെ വീണ്ടും വിൽക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബുക്സിൽ അത് വരണം. അപ്പോൾ ഈ റീപ്രൊസസ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. റീപ്രൊസസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടാണ് നമ്മൾ അടുത്തത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എൻട്രി ആയിരിക്കണം ആദ്യം വരേണ്ടത്. റീപ്രൊസസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു രാജേശ്വരി റാവുസ് അക്കൗണ്ട്, അതാണ് ഇവിടെ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത്. സെയിം എമൗണ്ട് 11,726. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ അസറ്റ് കൈ കിട്ടിക്കഴിഞ്ഞപ്പം കുറച്ച് റിപ്പയർ വർക്കൊക്കെ നടത്തേണ്ടി വന്നു. അതിന് നമുക്ക് കയ്യിൽ നിന്ന് ക്യാഷ് ചിലവായി. അപ്പോൾ അത് നമ്മൾ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ റിപ്പയർസ് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന അതേ എമൗണ്ട് 2,600 റുപ്പീസ് തന്നെ നമ്മളിവിടെ എടുത്ത് കാണിച്ചു. ഇനി റിപ്പയർസ് കഴിഞ്ഞ് ഈ അസറ്റിനെ നമ്മൾ മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. അങ്ങനെ വിൽക്കുമ്പോൾ നമുക്ക് 19,400 റുപ്പീസ് ലഭിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കിട്ടുന്നതായതുകൊണ്ട് ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 19,400 റുപ്പീസ് സെയിലിൽ കൂടെ കിട്ടി എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ കാണിക്കുന്നു. ഈ ട്രാൻസാക്ഷൻസിനൊക്കെ നെറ്റ് എഫക്റ്റ് എന്താണെന്ന് നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബാലൻസിങ് ഫിഗറായിട്ട് നമുക്ക് 5,074 റുപ്പീസ് കിട്ടുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻസിലൂടെ നമുക്ക് കിട്ടിയ പ്രോഫിറ്റാണ്. അത് P&L അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. കംപ്ലീറ്റ് റീപൊസഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ടൈപ്പ് നമുക്ക് പഠിക്കാനുള്ളത് പാർഷ്യൽ റീപൊസഷൻ ആണ്. പാർഷ്യൽ റീപൊസഷൻ എന്ന് പറയുമ്പം മൊത്തത്തിൽ ഗുഡ്സ് റീപൊസസ് ചെയ്യുന്നില്ല, പക്ഷെ കൊടുത്ത ഗുഡ്സിൻ്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടായിരിക്കും റീപൊസസ് ചെയ്യപ്പെടുന്നത്. പാർഷ്യൽ റീപൊസഷൻ എന്ന് പറയുമ്പം ഒരു പാർട്ട് മാത്രമായിരിക്കും റീപൊസസ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇലസ്ട്രേഷൻ 13 വഴി നമുക്ക് നോക്കാം. എന്തൊക്കെ ഇൻഫർമേഷനാണ് ഇലസ്ട്രേഷൻ 13 തന്നിരിക്കുന്നത്. ലീന ബോട്ട് 2 trucks for ₹8 lakh. അപ്പോൾ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 8 lakh ആണ്. 2 trucks ആണ് അവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ലീന പെയ്ഡ് ₹2 lakh ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ₹2 lakh. ബാലൻസ് വാസ് ടു ബി പെയ്ഡ് ഇൻ 3 annual installments of ₹2 lakh each together with interest at 20% per annum. അപ്പോൾ നമുക്ക് 3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണുള്ളത്. അത് ഓരോ ഇൻസ്റ്റാൾമെൻറ്റും 2 lakh വീതമാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് 20% ആഡ് ചെയ്യണം. ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്ക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓരോ വർഷവും 2 lakhൻ്റെ കൂടെ അതാത് വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് അറിയാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് Lena paid the installment due up to the end of 2015 but could not pay the next, and as a result, one truck was repossessed for ₹1,40,000.
ലീനയ്ക്ക് 2015 വരെയുള്ള പേയ്മെൻറ്റ്സ് നടത്താൻ സാധിച്ചു. നെക്സ്റ്റ് ഇയറിൽ 2016 തൊട്ട് പേയ്മെൻറ്റ് നടത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് 2 ട്രക്സിൽ ഒരു ട്രക്ക് റീപ്രൊസസ് ചെയ്തു. അപ്പോൾ ആ ഒരു ട്രക്ക് റീപ്രൊസസ് ചെയ്യുമ്പോൾ അതെന്ന് പറയുന്നത് 1,40,000 റുപ്പീസിനാണ് റീപ്രൊസസ് ചെയ്തിരിക്കുന്നത്. എത്രയാണോ ഡ്യൂ ഉള്ളത് അതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു എമൗണ്ടാണ്. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 20% ആണ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലീനയുടെ ബുക്സിലെ ഇമ്പോർട്ടൻറ്റ് ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഹയർ വെണ്ടർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഹയർ വെണ്ടർ എന്ന് പറയുന്നത് ശില്പ ട്രേഡേഴ്സാണ്. ശില്പ ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ നമുക്ക് റീപ്രൊസസ് ചെയ്യുന്ന ആ ഡേറ്റിലെ മാത്രം നമുക്ക് നോക്കാം. 2016 പേയ്മെൻറ്റ് നടത്താൻ സാധിക്കാതിരുന്നത്. അപ്പോൾ ആ ഇയറിൽ മാത്രം നമുക്ക് നോക്കാം. 2016 ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറയുന്നത് 2 lakh ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 20% പെർ ആനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 lakhൻ്റെ 20% ആണ് 40,000. ഈ 40,000ഉം ഇൻസ്റ്റാൾമെൻ്റായ 2 lakhും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തിട്ടില്ല, പകരം റീപ്രൊസസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റീപ്രൊസസ് ചെയ്യപ്പെട്ടതുകൊണ്ട് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് കൊണ്ടും നമുക്ക് ഈസി ആയിട്ട് അത് എഴുതാൻ പറ്റും. അപ്പോൾ റീപൊസഷൻ്റെ എൻട്രി ശില്പ ട്രേഡേഴ്സ് അക്കൗണ്ട് ടു ട്രക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1,40,000 റുപ്പീസ് കാണിക്കാം. പാർഷ്യൽ റീപൊസഷനിൽ പൊതുവെ നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റീപൊസസ്ഡ് വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 1,40,000 റുപ്പീസ് തന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മളത് ഡയറക്റ്റ് ഇവിടെ എടുത്ത് എഴുതിയത്. നമുക്ക് ശില്പ ട്രേഡേഴ്സ് അക്കൗണ്ടുമായിട്ടുള്ള ഡീലിങ്സ് തീരുന്നില്ല. അപ്പോൾ നമുക്ക് ഇനിയുമുണ്ട് ഒരു ട്രക്കും കൂടെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിന് ഇനി നമ്മൾ പേയ്മെൻറ്റ് നടത്താനുണ്ട്. ഒരു ട്രക്ക് മാത്രമാണ് റീപ്രൊസസ് ചെയ്തത്. റീപ്രൊസസ് ചെയ്ത ട്രക്കിൻ്റെ കാര്യം ഇതോടെ തീർന്നു. പക്ഷേ നമുക്ക് ഇനി ഒരു ട്രക്കും കൂടെ കൈവശമുണ്ട്, അതിൻ്റെ പേയ്മെൻറ്റ് നടത്താനുണ്ട്. അതാണ് ഈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 1 lakh വന്നിരിക്കുന്നത്. ബാലൻസിങ് ഫിഗറാണ്. അപ്പോൾ ഇനി ശില്പ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ കൊടുക്കാനുള്ളത് 1 lakh റുപ്പീസാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇനി ഈ 1 lakh റുപ്പീസിനായിരിക്കും. നെക്സ്റ്റ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് ട്രക്സ് അക്കൗണ്ടാണ്. നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാതിരുന്ന് റീപ്രൊസഷൻ നടക്കുന്നതുമൊക്കെ 2016 അപ്പോൾ ആ വർഷത്തെ മാത്രം നമുക്ക് നോക്കാം. ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ 5,12,000 റുപ്പീസാണ് വന്നിരിക്കുന്നത്. ആ വർഷത്തെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് 20% ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ബാലൻസ് എന്ന് പറയുന്ന 5,12,000ൻ്റെ 20% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിപ്രിസിയേഷൻ 1,02,400 ലഭിക്കും. അപ്പോൾ ആ വർഷത്തെ ഡിപ്രിസിയേഷൻ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യേണ്ടത്. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ പേ ചെയ്യുന്നില്ല, പകരം റീപൊസഷനാണ് നടക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ എൻട്രി തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ശില്പ ട്രേഡേഴ്സ് അക്കൗണ്ട് ടു ട്രക്ക് എന്നുള്ള ആ എൻട്രി ഇവിടെ നമ്മൾ കാണിക്കുകയാണ്. ബൈ ശില്പ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1,40,000 റുപ്പീസ് അത് നമ്മൾ കാണിച്ചു. ഈ ട്രക്ക് അക്കൗണ്ട് ഇവിടെ ക്ലോസ് ആകുന്നില്ല. ഒരു ട്രക്ക് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി അതിന് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ബാലൻസ് ക്യാരി ഡൗൺ വരണം. അപ്പോൾ ആ ബാലൻസ് ക്യാരി ഡൗൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതായത് തുടക്കത്തിൽ 5,12,000 റുപ്പീസ് ഉണ്ടായിരുന്നു ബാലൻസ്. ആ വർഷത്തെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബാലൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ 4,09,600 ആണ്. ഇതെന്ന് പറഞ്ഞാൽ 2 ട്രക്കിൻ്റെ ബാലൻസാണ്. അപ്പോൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ ആയ 5,12,000 നിന്നും ഡിപ്രിസിയേഷനായ 1,02,400 ലെസ് ചെയ്ത് കഴിഞ്ഞപ്പം 2 ട്രക്കിൻ്റെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് 4,09,600 ആണ്. പക്ഷേ പേയ്മെൻറ്റ് അടയ്ക്കാത്തത് കൊണ്ട് ഒരു ട്രക്ക് റീപ്രൊസസ് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ട്രക്കിൻ്റെ കാര്യം നമ്മളിവിടെ ബൈ ശില്പ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ 1,40,000 റുപ്പീസ് വെച്ച് നമ്മൾ ആ ട്രക്കിൻ്റെ കാര്യം തീർത്തു. ഇനി ഉള്ളത് നമുക്ക് ഒരു ട്രക്ക് മാത്രമാണ്. ആ ട്രക്കിൻ്റെ വാല്യൂ മാത്രം നമ്മൾ ക്യാരി ഡൗൺ ചെയ്താൽ മതി. അപ്പോൾ 4,09,600 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ഒരു ട്രക്കിൻ്റെ ബാലൻസ് കിട്ടും. അങ്ങനെയാണ് നമുക്ക് 2,04,800 കിട്ടുന്നത്. അത് നമ്മളിവിടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് കാണിച്ചു.
ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അക്കൗണ്ട് ബാലൻസ് ആവില്ല. ഒരു ഡിഫറൻസ് വരും 64,800 റുപ്പീസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. അതെന്ന് പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷനിലൂടെ നമുക്കുണ്ടായ ലോസാണ്. അത് PNL അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർഷ്യൽ റീപൊസഷനിൽ വരുന്നത്. ഹയർ പർച്ചേസറിൻ്റെ കയ്യിലുള്ള ഗുഡ്സ് എത്രയാണോ അതിൻ്റെ വാല്യൂ നമുക്ക് ബ്രോ ഡൗൺ ചെയ്യുകയും വേണം. അതേസമയം റീപ്രൊസസ് ചെയ്തതിൻ്റെ നമുക്ക് ക്ലോസ് ചെയ്യുകയും വേണം. അപ്പോൾ ബ്രോ ഡൗൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൈവശമുള്ള സ്റ്റോക്കിൻ്റെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഈ ട്രാൻസാക്ഷൻസിലൂടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമ്മൾ നോക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തിട്ട് മാത്രമേ PNL അക്കൗണ്ടിലേക്ക് എത്ര എമൗണ്ട് ആണെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ചെയ്യാവൂ. ഫുൾ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇല്ലസ്ട്രേഷൻ 14. എന്തൊക്കെ ഇൻഫോർമേഷനാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. പ്രീതി അസോസിയേറ്റ് ബോട്ട് 2 cars. അപ്പോൾ 2 കാറാണ് പർച്ചേസ് ചെയ്യുന്നത്. ദ പ്രൈസ് ഓഫ് എ കാർ വാസ് ₹3 lakh. അപ്പോൾ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 3 lakh into 2. ഒരു കാറിൻ്റെ പ്രൈസാണ് നമുക്ക് 3 lakh തന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മുടെ കാറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 6 lakh ആണ്. ₹75,000 ഡൗൺ ഫോർ ഈച്ച് കാർ. അപ്പോൾ 2 കാറിനും കൂടെ 1,50,000 റുപ്പീസാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. ആൻഡ് ദ ബാലൻസ് ഇൻ 3 equal ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് 6 lakh നിന്നും 1,50,000 റുപ്പീസ് ഡൗൺ പേയ്മെൻറ്റ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് ആയിട്ടുള്ളത് 4,50,000 റുപ്പീസാണ്. അപ്പോൾ 4,50,000 റുപ്പീസ് 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടച്ചു തീർക്കുന്നത്. അപ്പോൾ അത് ഓർക്കുക. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് 15% ആഡ് ചെയ്യണം. വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് 15% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ്ക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. 4,50,000 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 1,50,000 റുപ്പീസ് കിട്ടും. ആ 1,50,000 റുപ്പീസിൻ്റെ കൂടെ ഈ 15% കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുന്നത്. ഇനി വേറെ എന്തൊക്കെ ഇൻഫർമേഷനാണെന്ന് നോക്കാം. പർച്ചേസർ പെയ്ഡ് ദ ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ ബട്ട് കുഡ് നോട്ട് പേ ദ നെക്സ്റ്റ്. അപ്പോൾ ഡീഫോൾട്ട് വരുത്തുന്നുണ്ട്. ആൻഡ് ആസ് എ റിസൾട്ട് 1 car വാസ് റീപ്രൊസസ്ഡ് ബൈ ദ വെൻഡേഴ്സ് ഫോർ ₹1 lakh. 2 കാറിൽ 1 കാറ് റീപ്രൊസസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1 lakh rupees. ദ കാർസ് വെയർ ഡിപ്രിസിയേറ്റഡ് അറ്റ് 20%. പിന്നെ നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സോൾഡ് ദ റീപ്രൊസസ്ഡ് കാർ ഫോർ ₹1,30,000 ആഫ്റ്റർ സ്പെൻഡിങ് ₹6,000 ഫോർ റിപ്പയർസ്. ഇത്രയും ഇൻഫോർമേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചെയ്ത പ്രോബ്ലത്തിൻ്റെ അതേ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് പ്രീതി അസോസിയേറ്റ്സ് ആൻഡ് രോഹിത് കാർ ഡീലേഴ്സ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് അക്കൗണ്ട്സ് എന്ന് നോക്കാം. പ്രീതി അസോസിയേറ്റ്സിൻ്റെ ബുക്സിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹയർ വെണ്ടറിൻ്റെ അക്കൗണ്ടാണ്. രോഹിത് കാർ ഡീലേഴ്സിൻ്റെ അക്കൗണ്ട് എടുക്കുമ്പോൾ 2016 മാത്രം നമുക്ക് നോക്കാം. ആ ഇയറിലാണല്ലോ റീപ്രൊസഷൻ നടക്കുന്നത്. അപ്പോൾ 2016 ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറയുന്നത് 3 lakh റുപ്പീസാണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 15% ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ 3 lakh ഇൻറ്റു 15% ചെയ്യുമ്പോൾ നമുക്ക് 45,000 റുപ്പീസ് കിട്ടും. പേയ്മെൻറ്റ് നടത്തുന്നില്ല, പകരം റീപൊസഷനാണ് നടക്കുന്നത്. 1 car വാസ് റീപൊസസ്ഡ് ബൈ ദ വെൻഡേഴ്സ് ഫോർ ₹1 lakh എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ 1 lakhൻ്റെ റീപൊസഷനാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അപ്പോൾ 2 car എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന വാല്യൂ ആയ 1 lakh റുപ്പീസ് നമ്മൾ കാണിച്ചു. ഇനി മറ്റേ കാറിൻ്റെ ബാലൻസ് ആണ് നമ്മൾ 2,45,000 എന്ന് പറഞ്ഞ് ക്യാരി ഡൗൺ ചെയ്യുന്നത്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കാർ അക്കൗണ്ടാണ്. അതും 2016 നോക്കാം. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറയുന്നത് 4,80,000. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ 20% ആണെന്ന്. ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ 1,20,000 ആണ് ഫസ്റ്റ് ഇയറിൽ ചാർജ് ചെയ്തത്. അപ്പോൾ അത് തന്നെ സെക്കൻഡ് ഇയറിലും ചാർജ് ചെയ്യുന്നു. ഇനി വരുന്നത് റീപൊസഷൻ്റെ എൻട്രിയാണ്. അതായത് രോഹിത് കാർ ഡീലേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു കാർ എന്ന് പറഞ്ഞ് നമ്മളിവിടെ കാണിച്ച 1 lakhൻ്റെ തന്നെ നമ്മളിവിടെ കാണിക്കാൻ പോവാണ് ബൈ രോഹിത് കാർ ഡീലേഴ്സ് 1 lakh എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ അറിയണം. കാരണം ഒരു കാർ ഇപ്പോഴും പ്രീതി അസോസിയേറ്റ്സിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ കാറിൻ്റെ ബാലൻസ് എത്ര ആണെന്ന് നമുക്ക് അറിയണം. അത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ബാലൻസ് എത്ര ആയിരുന്നു നേരത്തെ നോക്കുക, 4,80,000.
അതിൽ നിന്നും ആ വർഷത്തെ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യുക. അപ്പോൾ 4,80,000 നിന്നും 1,20,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 3,60,000 റുപ്പീസ് കിട്ടും. ഇത് 2 കാറിൻ്റെ ബാലൻസ് ക്യാരി ഡൗണാണ്. ഇനി നമുക്ക് ഒരു കാറിൻ്റെ മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1,80,000 റുപ്പീസ്. ആ 1,80,000 റുപ്പീസാണ് നമ്മളിവിടെ ക്യാരി ഡൗൺ ആയിട്ട് കാണിച്ചത്. ഇനി നമുക്കറിയാം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയണം. ആ ബാലൻസിങ് ഫിഗർ എടുക്കുക. അപ്പോൾ നമുക്കൊരു 80,000 ലോസ് കിട്ടും. അത് P&Lലേക്ക് നമ്മൾ കാണിക്കാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന രോഹിത് കാർ ഡീലേഴ്സിൻ്റെ ബുക്സിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ പ്രീതി അസോസിയേറ്റ്സിൻ്റെ അക്കൗണ്ട് വേണം. ഇവിടെ എന്തൊക്കെയാണോ നമ്മൾ ചെയ്തത്, ഹയർ വെണ്ടറിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്തത് അത് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആകെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഹയർ സെയിൽ എന്ന് പറയുന്നിടത്തും അതുപോലെ തന്നെ റീപ്രോസസ്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നിടത്തുമാണ് നമുക്ക് എൻട്രിയിലൊരു വ്യത്യാസം വരുന്നത്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് സെയിം ആണ്. ഇവിടെ 2 കാർ 1 lakh എന്ന് പറഞ്ഞ് കാണിച്ചത് നമ്മളിവിടെ ബൈ റീപ്രോസസ്ഡ് സ്റ്റോക്ക് 1 lakh എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ കാറ് സെല്ല് ചെയ്തു, 6,000 റുപ്പീസ് റിപ്പയർസിന് ചിലവായി. ഈ 2 കാര്യങ്ങളും കൂടെ കാണിച്ചതുകൊണ്ട് നമുക്ക് റീപ്രോസസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ എൻട്രി ആയിരിക്കണം ആദ്യം വരേണ്ടത്. പ്രീതി അസോസിയേറ്റ്സിൻ്റെ ബുക്സിൽ നമ്മൾ റീപ്രോസസ്ഡ് സ്റ്റോക്ക് 1 lakh കാണിച്ചതുപോലെ തന്നെ റീപ്രോസസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിൽ 2 പ്രീതി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ് 1 lakh റുപ്പീസ് നമ്മൾ കാണിക്കുന്നു. റിപ്പയർസിന് നമുക്ക് ചിലവാകുന്നത് 6,000 റുപ്പീസ്. അത് 2 ബാങ്ക് എന്ന് പറഞ്ഞ് 6,000. ഇനി 1,30,000 റുപ്പീസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് സെയിലായിട്ട്. അപ്പോൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് 1,30,000 കാണിക്കുന്നു. ഇനി ഡിഫറൻസ് 24,000 എന്ന് പറയുന്നത് രോഹിത് കാർ ഡീലേഴ്സിന് കിട്ടുന്ന പ്രോഫിറ്റാണ്. അതാണ് നമ്മുടെ P&L അക്കൗണ്ട് 24,000 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട്സ്.